ഈ വർഷം അതായത് 2026 ലോകമെമ്പാടുമുള്ള ക്ലൈമറ്റ് സയന്റിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് പസഫിക് ഓഷനിൽ രൂപം കൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിലേക്കാണ്. സൂപ്പർ എൽനിനോ. സാധാരണ ഉണ്ടാകുന്ന എൽനിനോ പ്രതിഭാസങ്ങളേക്കാൾ വളരെ തീവ്രമായ ഒന്നാണ് ഈ വർഷം നാം അഭിമുഖീകരിക്കുന്നത്. 2026 വേനൽക്കാലത്ത് ഇന്ത്യയിലുടനീളം നാം അനുഭവിക്കുന്ന റെക്കോർഡ് ചൂടിന്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ്. എന്താണൊരു സൂപ്പർ എൽനിനോ? വരാനിരിക്കുന്ന മൺസൂൺ കാലഘട്ടത്തെയും ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാമ്പത്തിക കാർഷിക മേഖലകളെയും ഇതെങ്ങനെ ബാധിക്കുമെന്ന് സയന്റിഫിക്കലി നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതിനായി സാധാരണ സമയങ്ങളിൽ പസഫിക് ഓഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇക്വേറ്ററിന്, അതായത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലൂടെ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക്, അതായത് പെറു, ഇക്വഡർ തുടങ്ങിയ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുടെ തീരത്തു നിന്നും ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെയും ഓസ്ട്രേലിയൻ ഭാഗങ്ങളുടെയും തീരത്തേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളുണ്ട്. ഇവയെ നമ്മൾ ട്രേഡ് വിൻഡ്സ് അഥവാ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ കാറ്റുകൾ സമുദ്രോപരിതലത്തിലുള്ള ചൂടുള്ള വെള്ളത്തെ വെസ്റ്റേൺ ഭാഗത്ത്, അതായത് നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിനടുത്തേക്ക് തള്ളിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചൂടുള്ള വെള്ളം വെസ്റ്റിലേക്ക് മാറുമ്പോൾ അതിന് പകരം പെറു, ചിലി തുടങ്ങിയ തീരങ്ങളുടെ കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും അതിശൈത്യമുള്ള വെള്ളം മുകളിലേക്ക് ഉയർന്നു വരും. ശാസ്ത്രീയമായി ഇതിനെ അപ്വെല്ലിംഗ് എന്നാണ് നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത്. ഇതിൻ്റെ ഫലമായി പസഫിക് ഓഷൻ്റെ വെസ്റ്റേൺ ഭാഗം ഇന്തോനേഷ്യ, ഓസ്ട്രേലിയൻ തീരങ്ങൾ ചൂടുള്ളതായും ഈസ്റ്റേൺ ഭാഗം പെറു, ഇക്വഡോർ തീരങ്ങൾ തണുത്തതായും നിലനിൽക്കും. ഇതാണ് സാധാരണ അവസ്ഥ, അഥവാ ഒരു നോർമൽ കണ്ടീഷനിൽ ഇതാണ് നടക്കുന്നത്. ഈ ചൂടുള്ള വെസ്റ്റേൺ സമുദ്രഭാഗമാണ് നമ്മുടെ മൺസൂൺ മഴയ്ക്ക് ആവശ്യമായ ഒരു ഊർജ്ജം നൽകുന്നത്. എന്നാൽ എൽനിനോ വരുമ്പോൾ ഈ സ്വാഭാവിക പ്രക്രിയ പൂർണ്ണമായും തകിടം മറിയുന്നു. ട്രേഡ് വിൻഡ്സിന്റെ ശക്തി ദുർബലമാകുന്നു. ഇതോടെ ഇന്തോനേഷ്യൻ തീരത്തു നിന്നുള്ള ചൂടുള്ള സമുദ്രജലം തിരികെ ഈസ്റ്റേൺ പസഫിക്കിലേക്ക്, അതായത് സൗത്ത് അമേരിക്കൻ തീരത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അതോടൊപ്പം അടിത്തട്ടിൽ നിന്നുള്ള തണുത്ത വെള്ളം മുകളിലേക്ക് വരുന്ന അപ്വെല്ലിംഗ് പ്രക്രിയ നിലക്കുകയും ചെയ്യുന്നു. തൽഫലമായി പസഫിക് ഓഷ്യന്റെ മധ്യഭാഗവും ഈസ്റ്റേൺ ഭാഗവും അസാധാരണമായി ചൂടാകുന്നു. ഈ താപനില വർധനവ് എത്രത്തോളമാണ് എന്നതിനെ ആശ്രയിച്ചാണ് എൽനിനോയുടെ തീവ്രത നമ്മൾ അളക്കാറുള്ളത്. ഇതിനെ സീ സർഫേസ് ടെമ്പറേച്ചർ SST അനോമലി എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ സമുദ്ര താപനില 0.5 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഒരു 1 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമ്പോൾ അതിനെ വീക്ക് എൽനിനോ എന്നും 1 ഡിഗ്രി മുതൽ 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമ്പോൾ മോഡറേറ്റ് എൽനിനോ എന്നും വിളിക്കുന്നു. എന്നാൽ SST വർധനവ് 2 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോകുമ്പോഴാണ് സയന്റിസ്റ്റുകൾ അതിനെ സൂപ്പർ എൽനിനോ എന്ന് വിളിക്കുന്നത്. 2026 നാം കാണുന്നത് അത്രയും വലിയൊരു താപനില വ്യതിയാനമാണ്. ഈ അസാധാരണ വർധനവ് ആഗോളതലത്തിലുള്ള കാറ്റിന്റെ സഞ്ചാരപഥങ്ങളെ അഥവാ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനെ തടസ്സപ്പെടുത്തുന്നു. ഇനി ഇത് ഇന്ത്യയുടെ കാലാവസ്ഥയെ എത്രത്തോളം ഈ എൽനിനോ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വാക്കർ സർക്കുലേഷൻ എന്ന അന്തരീക്ഷ പ്രതിഭാസം കൂടി അറിയേണ്ടതുണ്ട്. സാധാരണ വർഷങ്ങളിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന് മുകളിൽ ചൂടുള്ള സമുദ്രജലത്തിന്റെ സാന്നിധ്യം കാരണം വായു ചൂടായി മുകളിലേക്ക് ഉയരുകയും അവിടെ ഒരു ലോ പ്രഷർ, അതായത് കുറഞ്ഞ മർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ ഈസ്റ്റേൺ പസഫിക്കിൽ ഹൈ പ്രഷർ അഥവാ കൂടിയ മർദ്ദമായിരിക്കും. ഇത് ഈർപ്പമുള്ള കാറ്റിനെ ഇന്ത്യയിലേക്ക് വലിയ തോതിൽ ആകർഷിക്കുന്നു. എന്നാൽ 2026 സൂപ്പർ എൽനിനോ കാരണം പസഫിക് ഓഷ്യന്റെ ഈസ്റ്റേൺ ഭാഗം അമിതമായി ചൂടാകുമ്പോൾ ഈ മർദ്ദ വ്യത്യാസം നേരെ തിരിയുന്നു. അതായത് സമുദ്രത്തിന് മുകളിൽ വെച്ച് തന്നെ വായു ചൂടായി മുകളിലേക്ക് ഉയരുകയും അവിടെ തന്നെ മഴയായി പെയ്യുകയും ചെയ്യുന്നു. തൽഫലമായി ഇന്ത്യയിലേക്ക് വരേണ്ട ഈർപ്പമുള്ള കാറ്റ് ദുർബലമാകുന്നു. ഇന്ത്യയുടെ വാർഷിക മഴയുടെ 70% 70% ലഭിക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സൗത്ത് വെസ്റ്റേൺ മൺസൂണിൽ നിന്നാണ്. സൂപ്പർ എൽനിനോയുടെ സ്വാധീനം മൂലം 2026 മൺസൂൺ ബിലോ നോർമൽ, ശരാശരിക്കും താഴെയാകാനോ അല്ലെങ്കിൽ മഴയുടെ വിതരണത്തിൽ വലിയ അസന്തുലിതാവസ്ഥ ഉണ്ടാകാനോ സാധ്യതയേറും. ഇത് കേവലം ഒരു കാലാവസ്ഥ പ്രശ്നം മാത്രമല്ല, വലിയൊരു സാമ്പത്തിക വെല്ലുവിളി കൂടിയാണ്. ഇന്ത്യയിലെ കാരിഫ് ക്രോപ്സ് ആയ നെല്ല്, സോയാബീൻ, പരുത്തി എന്നിവയുടെ ഉൽപ്പാദനം കുറയുന്നതിലേക്ക് ഈ മഴക്കുറവ് നയിക്കും. കാർഷിക ഉൽപ്പാദനം കുറയുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തെ ഭക്ഷ്യവിലക്കയറ്റം രൂക്ഷമാകും. കൂടാതെ രാജ്യത്തെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് കുറയുന്നത് കുടിവെള്ള വിതരണത്തെയും ഹൈഡ്രോ പവർ ജലവൈദ്യുത പദ്ധതികളെയും ബാധിക്കും. കേരളത്തിൽ ഈ സൂപ്പർ എൽനിനോയുടെ പ്രത്യാഘാതങ്ങൾ ഇതിനോടകം നാം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കേരളം നേരിട്ട അസാധാരണമായ ഹീറ്റ് വേവ്സ്, ഉഷ്ണതരംഗം സൂപ്പർ എൽനിനോയുടെ നേരിട്ടുള്ള ഒരു ഫലമാണ്. ഉയർന്ന താപനിലയും മഴക്കുറവും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കും. മഴ വൈകുകയും ഡാമുകളിലെ ജലനിരപ്പ് വളരെയധികം താഴുകയും ചെയ്യുന്നത് ഹൈഡ്രോ പവറിനെ കൂടുതൽ ആശ്രയിക്കുന്ന KCBയെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കും. ചുരുക്കത്തിൽ 2026 സൂപ്പർ എൽനിനോ എന്നത് വരാനിരിക്കുന്ന വലിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഒരു സൂചനയാണ്. ഗ്ലോബൽ വാർമിങ്ങും ഓഷ്യൻ വാർമിങ്ങും കൂടി ചേരുമ്പോൾ ഇത്തരം പ്രതിഭാസങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. കൃത്യമായ കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും
വരൾച്ചയെ അതിജീവിക്കാൻ കെൽപ്പുള്ള കാർഷിക രീതികളിലേക്ക് മാറുകയും ചെയ്യുക എന്നതാണ് സർക്കാരും ജനങ്ങളും മുൻഗണന നൽകേണ്ട കാര്യങ്ങൾ. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.